പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ സപ്ലൈ ഡിമാൻഡ് സോണുകൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പലരും പല രീതിയിലും സപ്ലൈ ഡിമാൻഡ് സോണുകൾ മാർക്ക് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതിൽ വൺ ഓഫ് ദ മെത്തേഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ്. ഒരു മെത്തേഡും ഹോളി ഗ്രേയിലല്ല. നമ്മൾ സപ്ലൈ ഡിമാൻഡ് സോണിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്മാർട്ട് മണി കൺസെപ്റ്റ് ആണെന്ന് കരുതിയിട്ട് ഇതൊരു ഹോളി ഗ്രേയിലല്ല എന്നുള്ള പെർസെപ്ഷനോട് കൂടി വേണം നിങ്ങളിതിനെ പഠിക്കാൻ. എപ്പോഴും ഏതൊരു സപ്ലൈ ആണെങ്കിലും ശരി, ഏത് രീതിയിൽ മാർക്ക് ചെയ്യുന്ന ഡിമാൻഡ് സോൺ ആണെങ്കിലും ശരി, ഇതെല്ലാം ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. മാർക്കറ്റിൻ്റെ ഡയറക്ഷനാണ് ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്നത്. ഒരു അപ്വേർഡ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ സപ്ലൈ സോണുകളും ഫെയിൽ ആവാനുള്ളതാണ്. ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വേണം മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ. ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ് എന്ന് കരുതാം. താഴേക്കാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ഏത് സ്മാർട്ട് മണി കൺസെപ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മെത്തേഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് വേണം മാർക്കറ്റിന് പുതിയ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്, കറക്ഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട്. ഇതാവണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്, ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് സപ്ലൈ ഡിമാൻഡ് സോണുകളെ പറ്റിയിട്ട്. എന്നാൽ ഈ സപ്ലൈ ഡിമാൻഡ് സോണുകൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല. നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്മാർട്ട് മണി കൺസെപ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് മെത്തേഡ് കൊണ്ട് അത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാര്യം ഒരു ഹോളി ഗ്രേയിലല്ല, ഇതൊരു മാജിക്കൽ ടൂളൊന്നുമല്ല. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോണ് വർക്ക് ചെയ്യും എങ്ങനെയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ മുകളിൽ നിർത്തേണ്ടതായിട്ടുള്ള ഡയറക്ഷനോട് ക്ലബ് ചെയ്ത് നിങ്ങൾ സപ്ലൈനെയും ഡിമാൻഡിനെയും റീഡ് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴാണ് അത് വിജയിക്കുക. നിങ്ങളുടെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോണുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ മുകളിൽ, ഈ സപ്ലൈ ഡിമാൻഡ് സോണിൻ്റെ മുകളിൽ ഉണ്ടാവേണ്ടത് ഡയറക്ഷണൽ വ്യൂ ആണെന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അപ്പോൾ ഡയറക്ഷണൽ വ്യൂ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിനുള്ള, ഇപ്പോൾ നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്ന് പറയുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇതേ പ്ലേലിസ്റ്റിൽ ആദ്യത്തെ വീഡിയോ നിഫ്റ്റിയുടെ ട്രെൻഡ് എങ്ങനെ പ്രവചിക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് കാണാം. അപ്പോൾ അതിലെങ്ങനെയാണ് ഡയറക്ഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ ലെവലുകൾ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ടെർമിനോളജികളൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട്, ചില ടേമുകൾ. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് മണി കൺസെപ്റ്റിൽ ലെവൽ മാർക്ക് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ടേമുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഇത് എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ വിളിച്ച് നിൽക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമുക്കതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്ന് പോവാം. ബേസിക് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സപ്ലൈ എന്ന് പറഞ്ഞാൽ ചാർട്ടിൽ ഉള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിലാണ് ലാർജ് എമൗണ്ട് ഓഫ് സെൽ ഓർഡറുകൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് ഓഫ് കോഴ്സ് അവിടെയാണ് ബൈ ഓർഡറുകൾ വളരെ വലിയ രീതിയിൽ ചാർട്ടിലൊരു ഏരിയയിൽ സംഭവിക്കുന്നത്. റൈറ്റ്. ഇനി രണ്ട് ടേമുകളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് മണി കൺസെപ്റ്റിലെ സപ്ലൈ ഡിമാൻഡ് സോണുകൾ, ഒന്ന് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്, AOI, മറ്റൊന്ന് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സപ്ലൈ ഡിമാൻഡ് സോണിനെ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഹയർ ടൈം ഫ്രെയിമിലെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോണ് നിങ്ങൾ ഒരു ഏരിയ ആയിട്ട് എടുക്കുന്നതിന് ആണ് നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായിട്ട് ആ രീതിയിൽ മനസ്സിലാക്കാം. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഏരിയനെ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക്, ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വീണ്ടും അതിലേക്ക് പോയിട്ട് നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അവിടെ ഒരു ലെവൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്ന രീതിയാണ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, മറ്റൊരു ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, ഈ പേര് പോലെ തന്നെ. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ 5 മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, 30 മിനിറ്റിലുള്ള സങ്കല്പത്തിൽ അതാണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങളൊരു ഏരിയ മാർക്ക് ചെയ്തു. ആ ഏരിയയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ചെറിയ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഓർഡർ ബ്ലോക്ക് കൺസെപ്റ്റ്. അപ്പോൾ ഓർഡർ ബ്ലോക്കിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ലെവൽ മാർക്ക് ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കാര്യത്തെ, ഈ സപ്ലൈ ഡിമാൻഡ് സോണിനെ നമുക്ക് തിരിച്ചറിയേണ്ടത്? അത് മാർക്ക് ചെയ്യുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയകൾ ഉണ്ടാവണല്ലേ, അല്ലെങ്കിൽ നമ്മൾ തോന്നിയിടത്തൊക്കെ പോയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ചില പെർട്ടിക്കുലർ ലക്ഷണങ്ങളുള്ള അതിനെ മാത്രമാണ് നമ്മൾ സപ്ലൈ ഡിമാൻഡ് സോണുകളായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് എല്ലാം ജസ്റ്റ് ക്യാൻഡിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു സപ്ലൈ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് കാരണമാകുന്നു. അപ്പോൾ അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കൂടെ കണ്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. റൈറ്റ്, ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സെയിം പ്ലേലിസ്റ്റിൽ. ഇതെല്ലാം അടുത്തടുത്ത വീഡിയോകളാണ്, അടുത്തടുത്ത എപ്പിസോഡുകളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറയാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഒരു ഹൈ പ്രൈസിങ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്തൊരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ ഉണ്ടാവാൻ കാരണമാവുന്ന ഒരു റാലി സംഭവിച്ചാൽ മാത്രമേ നമുക്കതിനെ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ ഒരു ഹൈ ഉണ്ട്, പ്രൈസ് ഇങ്ങനെ വന്നു, ഇവിടുന്ന് റാലി വന്നു, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഏരിയ നമ്മളെ സംബന്ധിച്ച് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല, അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല. ഓക്കെ, ആ സ്ഥാനത്ത് ഇവിടെ ഒരു ഹൈ ഉണ്ട്, നമ്മളിതിനെ മാർക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവുന്നത്. ക്ലിയർ? അതാണ് ഇവിടെ പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി സപ്ലൈ സോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് സപ്ലൈ സോൺ, അല്ലെങ്കിൽ എന്താണ് സപ്ലൈ സോൺ എന്ന് പറയുകയാണെങ്കിൽ സപ്ലൈ സോൺ സമം ഇവിടുന്ന് ഒരു സപ്ലൈ വരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ കയറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ റാലിയുടെ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ആക്ച്വലി സപ്ലൈ സോൺ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ ബിഫോർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പോൾ താഴേക്കാണ് മാർക്കറ്റെങ്കിൽ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ ലോനെ ബ്രേക്ക് ചെയ്യുന്നതാണ് BOS, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സപ്ലൈ ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള റാലിയിൽ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നതിന് ബേറിഷ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ് ഇങ്ങോട്ട് താഴേക്ക് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലാണ് ആക്ച്വലി സപ്ലൈ സോൺ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ ചാർട്ടിൽ കാണിക്കുന്നുണ്ട്. ഇനി ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിലാണ് ബുള്ളിഷ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നതിന് മുമ്പ്. ഈ ഹൈൻ്റെ മുകളിലേക്ക് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. അപ്പോൾ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നതിന് മുമ്പ്, ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ പോയിന്റ് ഇതാണല്ലോ. അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിൽ, താഴേക്ക് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റെഡ് ക്യാൻഡിൽ, ബിയറിഷ് ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ച് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടി. മാത്രമല്ല ഇതിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ഇൻഗുൾഫിങ് ക്യാൻഡിലാവണം. ഈ ഒരു സപ്ലൈ ഡിമാൻഡ് സോണ് അത് ഒറിജിൻ ചെയ്തിട്ട് ഇതൊരു സപ്ലൈ സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ഉണ്ടാവുന്ന അതിനുശേഷം നിങ്ങൾ സപ്ലൈ സോൺ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യുന്നത് ഈ രണ്ട് ക്യാൻഡിലുകളാണെന്ന് പറഞ്ഞു, ബുള്ളിഷ് ആണെങ്കിൽ ബേറിഷ് ക്യാൻഡിലുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാൻഡിലിനെ ഫോളോ ചെയ്തുകൊണ്ട് അടുത്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഓർ ബേറിഷ്, അതൊരു ഇൻഗുൾഫിംഗ് ആവണം. അതായത് ആ ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്യാൻഡിലാവണം. കണ്ടീഷൻ ഇതാണ്. അടുത്തൊരു കണ്ടീഷൻ ഇതാണ്. ഇനി അവിടെ നമ്മൾ ഇംബാലൻസും കൂടെ, നമ്മൾ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യം, ഒരു ഇംബാലൻസും കൂടെ അതിൽ ഉണ്ടാവണം. ഓക്കെ, അത് ചാർട്ടിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇംബാലൻസ് എന്താണെന്നുള്ളത് അറിയാത്തവർ സ്റ്റിൽ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വീഡിയോ പോയിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ പോയിട്ട് ഒരു ബേസിക് ഐഡിയ ഒക്കെ അത്യാവശ്യം പ്രൈസ് ആക്ഷൻ അറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. 1-2 ഉദാഹരണങ്ങൾ ഞാൻ ചാർട്ടിൽ കാണിക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിഫ്റ്റി ബാങ്ക് ആണ് എടുത്തിട്ടുള്ളത്, 5 മിനിറ്റ് ആണ്. അപ്പോൾ ഞാനീ പറഞ്ഞ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെ കാഷ്വലി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഓക്കെ ഇതൊക്കെ ഏരിയ ഓഫ്
ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് പോയിട്ട് നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? അതാണ് നമ്മൾ അപ്പോൾ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ആ പറഞ്ഞ ക്രൈറ്റീരിയകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം 30 മിനിറ്റ് ആണ്, 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഈ ഏരിയകളിലൊക്കെ സെർച്ച് ചെയ്ത് ഈ ഏരിയ വേണമെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കാം. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത്, ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 5 മിനിറ്റിലേക്ക് പോകുന്നു. 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്കിവിടെ എങ്ങനെ ലെവൽ മാർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് സമം ബുള്ളിഷ് ക്യാൻഡിലാണ് എന്നുള്ളത് നിങ്ങൾ ആ ഇക്വേഷനിൽ കണ്ടു, ആ അവിടുത്തെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് സ്ലൈഡിൽ കണ്ടു. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ ഈ ബുള്ളിഷ് ക്യാൻഡിലിനെ ഇൻഗൾഫിങ് ചെയ്തിട്ടുണ്ടോ അടുത്ത ക്യാൻഡിൽ, നെക്സ്റ്റ് ക്യാൻഡിൽ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഈ ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, ഈ കൺസെപ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തത് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇതിൽ ഒരു 2 ക്യാൻഡിലൊക്കെ വെച്ചിട്ട് ഇൻഗൾഫിങ് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കുന്നു, പക്ഷെ നിങ്ങളൊരു പ്രാക്ടിക്കൽ രീതിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് 2 ക്യാൻഡിലുകൊണ്ട് ഇതിനെ വിഴുങ്ങുക, ഇൻഗൾഫിങ് ചെയ്യുമ്പോൾ അതിനെ മൊത്തത്തിൽ അതിനെ കവർ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ അതൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇല്ല, നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെയും നമുക്കതിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇവിടെ ഇപ്പോൾ 2 ക്യാൻഡിൽ വെച്ചിട്ടുള്ളത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? 2 ക്യാൻഡിൽ വെച്ചിട്ട് ഇതിനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ മാർക്ക് ചെയ്യുക, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മൾ വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മളെ അപ്പോൾ 2 ക്യാൻഡിൽ വെച്ചിട്ട് ഇൻഗൾഫിങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് പറഞ്ഞ എന്താണ്, ഇൻബാലൻസ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട്, ഈ ഗ്രീൻ ക്യാൻഡിലിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ഇൻബാലൻസ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ഇൻബാലൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇൻബാലൻസ് വീഡിയോ കാണാൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഗ്യാപ്പ് ഈ വിക്കുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ്. ഇവിടെ ഈ ക്യാൻഡിലിൻ്റെ വിക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിലിൻ്റെ വിക്കും റൈറ്റ് സൈഡിലുള്ള ക്യാൻഡിലിൻ്റെ വിക്കും തമ്മിൽ ഓർഡറുകളുടെ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. അടുത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ? ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറിന് കാരണമായിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ബ്രേക്കോ സ്ട്രക്ചറിന് കാരണമായി, ബിയറിഷ് ബ്രേക്കോ സ്ട്രക്ചർ ഒക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ ഗ്രീൻ ക്യാൻഡിലിൻ്റെ കൺസെപ്റ്റ് ഇതിനെ ഇൻഗൾഫിങ് ചെയ്യുന്നത് 2 ക്യാൻഡിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ കൺസെപ്റ്റ് എടുത്തത്. അറ്റ്ലീസ്റ്റ് 2 ക്യാൻഡിലെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവണം. ഒരു ക്യാൻഡിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ പിന്നെ അതിനുശേഷം ഇൻബാലൻസ് അതും മീറ്റ് ചെയ്തു, ബ്രേക്കോ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് അതും മീറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ലെവലായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഈ ഒരു ക്യാൻഡിലിനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ. പിന്നെ പിന്നീട് ഈ ലെവലിൽ വരുന്ന സമയത്ത് നമ്മൾ ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ ആണ്, നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലുള്ള നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ ആണ്. നിങ്ങൾ ഈ ലെവൽ ഉപയോഗിക്കണോ, നിങ്ങൾ ലെവൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് സെല്ല് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ ദിവസത്തെ നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ വെച്ചിട്ടാണ്. കാരണം ഇത് ഫെയിലായി, ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോവും. ഡയറക്ഷണൽ വ്യൂ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ബുള്ളിഷാണ് അന്നത്തെ ഡയറക്ഷണൽ വ്യൂ എങ്കിൽ നിങ്ങൾ ഇതിനെ ഈ ലെവലിനെ കൺസിഡർ ചെയ്യേണ്ടില്ല. അപ്പോൾ ബുള്ളിഷ് ആയിട്ടുള്ളൊരു ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഏരിയ ഏതാണ്? ഇത്തരത്തിലുള്ള ബോട്ടത്തിലുള്ളൊരു ഏരിയയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളിവിടെയും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് റഫായിട്ട് അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇവിടെ പ്രധാനപ്പെട്ടത് ലെവൽ എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതാ ഒരു ബ്രേക്കോ സ്ട്രക്ചർ. ഓക്കെ, ഇവിടെ ഒരു ബ്രേക്കോ സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ഒരു ക്രൈറ്റീരിയ ബ്രേക്കോ സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ടാവണം. ബ്രേക്കോ സ്ട്രക്ചർ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് വന്ന ചെറിയ റീട്രേസ്മെൻ്റ് ആണ് എങ്കിലും ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ, ഇത് ബുള്ളിഷ് ബ്രേക്കോ സ്ട്രക്ചർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റത്തെ ബിയറിഷ് ക്യാൻഡിലായിട്ട് ഇതിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു. ഈ ക്യാൻഡിലിനെയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ പിക്ക് ചെയ്യുന്നു. ഇവിടെ ഇൻഗൾഫിങ് ഇവിടെയും 2 ക്യാൻഡിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2 ക്യാൻഡിൽ എന്നുള്ള ആ കൺസെപ്റ്റ് ഇവിടെ എടുക്കുകയാണ്. അപ്പോൾ 2 ക്യാൻഡിൽ എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ അത് മീറ്റ് ചെയ്തു നമുക്ക് ക്രൈറ്റീരിയ. പിന്നെ നമുക്ക് വേണ്ടത് ഇംബാലൻസ് ആണ്. ഇവിടെ ഇംബാലൻസും സംഭവിച്ചു. ഓക്കെ, ഇവിടെ ഇംബാലൻസ് ഉണ്ട്. ഈ ഇംബാലൻസ്
നമ്മൾ ട്രേഡ് എടുക്കാൻ നിൽക്കുന്ന ആ സമയം വരെ ഇത് ഇവിടെ ഇങ്ങോട്ട് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. മിറ്റിഗേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഈ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സോണിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ഇവിടേക്ക് പ്രൈസ് എത്തി കിട്ടി അല്ലേ. ഇവിടുന്ന് പ്രൈസ് എത്തി കിട്ടുന്ന സമയത്ത് ആ ദിവസത്തെ നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ അപ്പായിരുന്നുവെങ്കിൽ ആ അവസരം നിങ്ങൾ ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ഡേ നിങ്ങൾ അപ്പായിരുന്നുവെങ്കിൽ ഇതുകൊണ്ടൊന്ന് ഇതുവരെയുള്ള റാലി നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഞാനിത് റഫായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഈ റാലിയിൽ അവസാനത്തെ ഗ്രീൻ ക്യാൻഡിലാണ്. 2 ക്യാൻഡിൽ കൊണ്ട് ഇത് ഇൻഗൾഫിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു ബ്രേക്ക് സ്ട്രക്ചറിന് കാരണമായിട്ടില്ല. സോ നമുക്കിത് എടുക്കാൻ പറ്റില്ല, നമ്മളിതിനെ അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ ഭാഗത്ത് നോക്കുന്നു. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയുള്ള റാലി നമ്മൾ ഒറ്റ റാലി ആയിട്ട് എടുക്കുന്നു. അവിടുത്തെ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ 2 ക്യാൻഡിൽ കൊണ്ട് ഇതിനെ ഇൻഗൾഫിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിനിമം ക്രൈറ്റീരിയ നമുക്ക് അവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ക്യാൻഡിലിനെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2 ക്യാൻഡിലുകൾക്കിടയിൽ, ഇതിനെ ക്രോസ് ചെയ്ത 2 ക്യാൻഡിലുകൾക്കിടയിൽ ഇവിടെ നമുക്ക് അത്ര സ്ട്രോങ് അല്ലെങ്കിലും ഇവിടെ നമുക്ക് ഇംബാലൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇംബാലൻസ് മാത്രം ഒന്ന് നിങ്ങൾക്ക് കാണാനുള്ളൊരു സൗകര്യത്തിന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. അടുത്ത ക്രൈറ്റീരിയ എന്താണ്? ഇതൊരു ബ്രേക്ക് സ്ട്രക്ചറിന് കാരണമായിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലെവലിലേക്ക് ഇത് ബ്രേക്ക് ചെയ്തതോടുകൂടി ഇതൊരു ബ്രേക്ക് സ്ട്രക്ചറിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഈ ലെവൽ ഓക്കെ, ഈ ലെവൽ പ്രധാനപ്പെട്ട ഒരു സപ്ലൈ സോണായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ പിന്നീട് പ്രൈസ് അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ മാത്രം കവർ ചെയ്താൽ പോരാ. അതായത് ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത റെഡ് ക്യാൻഡിലിൻ്റെ വിക്ക് വളരെ ഹൈ, ആ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ വിക്ക് എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ എല്ലാം ബയേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ മാർക്ക് ചെയ്തത് ഈ ഗ്രീൻ ക്യാൻഡിൽ മാർക്ക് ചെയ്തത് ആ ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ലാസ്റ്റത്തെ ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ മാർക്ക് ചെയ്താൽ ആ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് മുഴുവൻ കവർ ആയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് സംഭവിച്ചതും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിക്ക് വരെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു വലിയ സോണായിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിനെ നിങ്ങൾക്ക് ഇനിയും ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1 മിനിറ്റിൽ പോയിട്ട് ഇതിനെ ചെറിയ രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ 2 ക്യാൻഡിലോണ്ട് ഇതിനെ ഇൻഗൾഫിങ് ചെയ്തതൊക്കെ 1 മിനിറ്റിൽ പോയാൽ ചില സാഹചര്യത്തിൽ ഒറ്റ ക്യാൻഡിലിൽ ഇൻഗൾഫിങ് ചെയ്തതായിട്ട് ആ രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സോണായിട്ട് നിങ്ങളോട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സോണിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ആദ്യത്തെ തവണ സോണിൽ എത്തിയത് ഇവിടെയാണ്. ഈ സമയത്ത് നിങ്ങളുടെ രണ്ടും ഒരു ദിവസം തന്നെയാണ് 2 തവണ എത്തുന്നത് അല്ലേ. അപ്പോൾ അവിടെ ആ ദിവസം നിങ്ങളുടെ എന്തായിരുന്നു നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ? നിങ്ങൾ സെൽ സൈഡിലായിരുന്നുവെങ്കിൽ ഇതെല്ലാം നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്തിടുന്നു. ഇവിടെ മാർക്ക് ചെയ്തിടുന്നു, ഇവിടെ മാർക്ക് ചെയ്തിടുന്നു. പിന്നെ ഇനി ഇവിടെ ഇതുപോലൊരു സോണ് നിങ്ങൾ വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾ മാർക്ക് ചെയ്തിടുന്നു. എല്ലാം മാർക്ക് ചെയ്തെടുത്തു നിങ്ങൾ. എന്നിട്ട് ഓരോ ദിവസത്തെയും നിങ്ങളുടെ ഡയറക്ഷണൽ വ്യൂ എന്താണോ അതിന് അനുസരിച്ച് നിങ്ങൾ ഇതിൽ ഈ സപ്ലൈയിൽ ഫോക്കസ് ചെയ്യണോ ഡിമാൻഡ് സോണിൽ ഫോക്കസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ പെർട്ടിക്കുലർ ഡേയിൽ നിങ്ങൾ ബേറിഷ് ആയിരുന്നു നിങ്ങളുടെ വ്യൂ എങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി മാർക്ക് ചെയ്തിട്ട് ഈ സോണിൽ നിന്ന് നിങ്ങൾ ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി നോക്കുന്നു. അവിടെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സെറ്റപ്പുകൾ ഉണ്ടെങ്കിൽ ആ സെറ്റപ്പുകൾ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യാം. അവിടെ ആ സെറ്റപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അല്ല നമ്മളവിടെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ഡിമാൻഡ് സപ്ലൈ സോണുകൾ മാർക്ക് ചെയ്യുന്നതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡേ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇതേപോലെ നേരത്തെ മാർക്ക് ചെയ്തിട്ട് ലെവലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ അപ്പാണ് നിങ്ങളുടെ വ്യൂ എങ്കിൽ ഈ സോണിൽ നിന്ന് നിങ്ങൾ അതിനുള്ള ബൈക്കുള്ള അവസരങ്ങൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ സപ്ലൈ ഡിമാൻഡ് സോണുകൾ മാർക്ക് ചെയ്യേണ്ടത്, സ്മാർട്ട് മണി കൺസെപ്റ്റിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഒന്ന് ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്താൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കൂടെ പറയുന്നു. നിങ്ങൾക്ക് അതിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നതാണ് ഈ പറഞ്ഞ ഡിമാൻഡ് സോണ് അല്ലെങ്കിൽ സപ്ലൈ സോണായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ഭാഗം ഒരു ബ്രേക്കോ സ്ട്രക്ചറിന് കാരണമായിട്ട് ഉണ്ടാവണം. ഓക്കെ, ഒരു ബിയറിഷ് ബ്രേക്കോ സ്ട്രക്ചർ ആണെങ്കിൽ, ബിയറിഷ് ബ്രേക്കോ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മുടെ സപ്ലൈ സോണ്. ബുള്ളിഷ് ബ്രേക്കോ സ്ട്രക്ചർ ആണെങ്കിൽ
ഈ റീട്രേസ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ബിയറിഷ് ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ച് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. അപ്പോൾ അവിടെ ഞാനൊരു കാര്യം പറഞ്ഞത്, വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്കിനെയും കൂടെ കവർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ വരച്ചപ്പോൾ കാണിച്ചു. അതും കൂടെ ഒന്ന് മനസ്സിൽ വയ്ക്കുക, ഇതിൽ എഴുതാത്തൊരു കാര്യം. പിന്നെ ഇൻഗുൾഫിംഗ് ആണ് അവിടെ എടുക്കേണ്ട വേറൊരു കൺസെപ്റ്റായിട്ട്, വേറൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻഗുൾഫിംഗ് നമുക്ക് ജസ്റ്റ് സിംഗിൾ ക്യാൻഡിലിൽ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വരുന്നതാണ് ഇൻഗുൾഫിംഗ് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ഈ ഇൻഗുൾഫിംഗ് ഇവിടെ 2 ക്യാൻഡിൽ സംഭവിച്ചാലും മതി എന്നുള്ള ഒരു രീതിയിലും കൂടെ നമ്മളവിടെ അതിനെ ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത കണ്ടീഷൻ ഇതിൽ സ്ലൈഡിൽ ഇല്ലാത്തത്, ഇംബാലൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രം ആ സോണ് മാർക്ക് ചെയ്യാം. ഇംബാലൻസും കൂടെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ എഴുതിയുള്ളത് ഇത്രയും കണ്ടീഷൻസ് മീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ ലെവലുകൾ മാർക്ക് ചെയ്തിടാം. ആ ലെവലിൽ നിന്ന് നിങ്ങളുടെ നിലവിലുള്ള മെത്തേഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡോ ഉപയോഗിച്ചുകൊണ്ട് കൺഫർമേഷൻസ് എടുത്തിട്ട് ട്രേഡിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യമായിട്ട് ചാനലിൽ വന്നിട്ടുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് മെമ്പർഷിപ്പിനെ പറ്റിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. യൂട്യൂബിലൂടെ നമ്മൾ ലോങ് ടേമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ അത്തരത്തിലുള്ള ട്രേഡുകൾ, പൊസിഷണൽ ട്രേഡുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള അനാലിസിസിലൂടെ ആണ് നമ്മൾ സ്റ്റോക്കുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ബോട്ടൊന്ന് ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് എൻ്റർ എടുക്കാൻ പറ്റുന്ന ഒരു സമയം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2-3 മാസം കൂടെയൊക്കെ മാർക്കറ്റ് താഴേക്ക് ഫാൾ ചെയ്താൽ പോലും സ്റ്റിൽ നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടിരിക്കും. പിന്നീട് അത് മുകളിലേക്ക് പോകുമ്പോൾ വളരെ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളും, ഇത് ജസ്റ്റ് ബേസിക് മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ കാണാം. ഡീറ്റെയിൽ ആയിട്ട് ട്രേഡിൻ്റെ ലോജിക്കും മറ്റും അറിയണമെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെമ്പർഷിപ്പുകൾ എടുക്കുക. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ആ ട്രേഡിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത് എന്നുള്ളത്, അതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺസൊക്കെ നമ്മളിവിടെ സെപ്പറേറ്റ്, അതിന് മിനിമം ഒരു ട്രേഡർ കാറ്റഗറി മെമ്പർഷിപ്പ് എടുക്കുക. ഏറ്റവും ടോപ്പിൽ പ്രോ ട്രേഡർ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ കാര്യം കൂടെ പരിഗണിക്കുക. ഇനി നിങ്ങൾ ട്രേഡൊന്നും ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സൈക്കോളജി 1-on-1 മെൻറ്റർഷിപ്പിനെ പറ്റി അറിയാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ വീഡിയോയുടെയും അവസാന സൈക്കോളജി സീരീസിൻ്റെയൊക്കെ അവസാന ഭാഗത്ത് നമ്മൾ 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈക്കോളജി സീരീസ് ഇതുവരെ കാണാത്തവർ സൈക്കോളജി സീരീസ് കാണാൻ നോക്കുക. നമ്മുടെ ചാനലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് സൈക്കോളജി സീരീസാണ്. എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ചാനൽ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിങ്ങിൽ എപ്പോഴും പ്രൈസ് ആക്ഷനും എല്ലാം നമുക്കൊരു 20%, ബാക്കി 80% സൈക്കോളജിയാണെന്ന് പറയും. അപ്പോൾ അതും ആ എപ്പിസോഡുകളും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, പ്രോഗ്രാമിൻ്റെ 1-on-1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തവർ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.